ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് റൂമിലേക്ക് തന്നെയാണ് മാറുന്നത്. റൂം ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ 4 ഷെയറിംഗിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. 4 ഷെയറിലേക്ക് തന്നെയാണ് മാറുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോസാണ് കാണിച്ചത്. കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിന് ചെയ്യാനുള്ളത്. കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്തിട്ടാണ് ഷെൽഫ് ഡ്രസ്സൊന്നും തൊട്ടിട്ടില്ല. നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ അപ്പോൾ റൂമിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഫസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ ചെരുപ്പുകളൊക്കെ എടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ ഇത് കുറച്ച് ഫുട് വെയർ എല്ലാം കൂടെ ഒരു എന്തിലാക്കി കബോർഡിലാക്കി വെച്ചിട്ടുണ്ട്. കബോർഡ് മട്ടിൽ ഇത് വിടാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് പിന്നെ അതേ ഷൂ, പിന്നെ അതേ കുറച്ച് ഷൂ ഇതിലാക്കിയിട്ടുണ്ട്. അയ്യോ അതെ ഈ ഷൂ ഇതിലുണ്ട് ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് കുറച്ച് സാധനങ്ങൾ മെത്തേഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഷൂസും സംഭവങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ അതേ കുറച്ച് ഡ്രസ്സൊക്കെ ഈ ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇതിലുണ്ട്. ഇത് ഓൾറെഡി ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷെൽഫിൽ, സുഖമായിട്ട് എടുക്കാനും സംഭവത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബുക്കൊക്കെ ഇത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്കിത് ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാം. പിന്നെ ഇനിയും ഷെൽഫിൽ സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ എടുക്കാനായിട്ട്. ഇതൊക്കെ എടുത്ത് മാറ്റാനുണ്ട്, ഇതൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫോണിന് കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കവർ നല്ല ഭംഗിയുള്ളത് എനിക്ക് മാച്ചായിട്ട് തോന്നിയ സംഭവം ഞാൻ നോക്കി വാങ്ങിച്ച്. അപ്പോൾ സംഭവം റൂമിലെത്തിക്കഴിഞ്ഞ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നപ്പോൾ എന്തോ സ്ക്രാച്ച് വന്ന പോലെയായിരുന്നു. പക്ഷെ ഞാനൊരു പൊട്ട് ചെയ്തുകൊണ്ടാണ് ഗൈസ് അത് ഒരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം തെറ്റാവുമായിരുന്നു. കുറച്ച് നേരത്തേക്ക് രണ്ട് നിമിഷത്തേക്ക് എൻ്റെ മൈൻഡ് കുറച്ച് ഒന്ന് പേടിച്ചു പോയി. പിന്നെ നോക്കിയപ്പോൾ ഫുൾ സെറ്റ്, നല്ല സൂപ്പർ, നല്ല ക്ലിയർ, നല്ല പക്കാ സൂപ്പർ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എൻ്റെ ഫോണിന് പറ്റുന്ന ടൈപ്പ് നല്ല സാധനം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ പുതിയ റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് അല്ലറ ചില ഐറ്റംസ് ബാക്കി റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഷെൽഫ്, പുതിയ ഷെൽഫ്. അപ്പോൾ ഞാൻ അതൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ഇതിൽ ഹാങ് ചെയ്തത് ഇടാം. അപ്പോൾ എൻ്റെ നല്ല ഡ്രസ്സൊക്കെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊക്കെ ഷൂസാണ്, ചെരുപ്പാണ്. പിന്നെ മറ്റേത് ഫുള്ള് റൂമിലിടുന്ന ഡ്രസ്സും ഹോസ്റ്റലിലിടുന്ന ഡ്രസ്സും പിന്നെ കുറച്ച് കുർത്താസ് ഐറ്റംസൊക്കെയാണ് കവറിലിരിക്കുന്നത്. പിന്നെ ബാഗിലും കുറച്ച് സ്വെറ്റേഴ്സ് ഉണ്ട്, ഹുഡി, ആ ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളില്ല. പിന്നെ മറ്റേ ബുക്ക്, ഇതൊക്കെ ഇനി ഇടയ്ക്ക് മറ്റേ സംഭവം കൊണ്ടുവരണം, ബെഡ് എടുത്തുകൊണ്ട് വരണം. അപ്പം അത്രയ്ക്കാണ് ഞാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കത് ഞാൻ ഫുള്ളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒന്ന് ഒരു കാപ്പി കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ടയർഡായിരുന്നു, നേരെ കിടന്നുറങ്ങി. ഇപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഗൈസ്, ഞാൻ റൂമിലേക്ക് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ എന്നുള്ള റൂമാണ്. കഴിഞ്ഞു പുതിയ റൂമിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡൊക്കെ ആകുമ്പോഴേക്ക് എടുക്കുവാണ്. കാരണം എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണ്ണിട്ടേക്ക് മടക്കി വയ്ക്കാനൊന്നും ടൈം കിട്ടില്ല, ലേറ്റായി എണിക്കാനായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ബ്രേക്കാണ്, എക്സാം കഴിഞ്ഞിട്ട്. എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പഠിച്ചില്ലെങ്കിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം ആൻസർ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ എനിക്കെന്താ പറയാനുള്ളത്, ഒന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ റൂം ഷിഫ്റ്റിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലി ഓൾ ഡൺ, എല്ലാം കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഞാനിപ്പോൾ എവിടെയാണ് ഈ ക്ലിപ്പ് കൊണ്ട് വയ്ക്കാമെന്ന് എനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇനിയും വേറെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബിലോ എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് ചെയ്യാം.
പിന്നെ എൻ്റെ കബോർഡ് വരുന്നത് ഞാനിപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട തിരക്കിൽ എല്ലാം കൂടെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളൂ. ഇനി മര്യാദയ്ക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, കാരണം ഞാൻ എല്ലാം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചതേ ഉള്ളൂ. ഇത് മര്യാദയ്ക്ക് നന്നായി ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ആയപ്പോൾ റൂമിലേക്ക് വന്നതാണ്. എനിക്ക് വിശക്കുന്നു, അതാണ് ഞാൻ റൂമിലേക്ക് വന്നത്. അപ്പോൾ നമുക്കിത് ഈ യോഗ ബാറാണ്, ഇത് നട്ട്സ് ആൻഡ് സ്വീറ്റ്സിൻ്റെ ബാർ, ഫ്രൂട്ട്സ് ബാറാണ് തോന്നുന്നു. അത് തിന്നാം. അത് ചേച്ചിയുടെ ആയിരുന്നു, ചേച്ചിയുടെ ബന്ധുവിന് കണ്ടപ്പോൾ ഞാൻ വളരെയാതെ എടുത്തിട്ട് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അത് കഴിക്കാം. ഞാൻ കഴിച്ചൊക്കെ വേണം. ഫസ്റ്റ് പാറ്റ് നമുക്ക് കുറേ നട്ട്സുള്ള പോലെ തോന്നും. പക്ഷെ അതെനിക്ക് എന്തോ ഷോക്കിട്ടത് ക്രഞ്ചി ടൈപ്പ് അല്ല, അത് കുഴപ്പമില്ല. നമ്മൾ ചിയാ സീഡ്സാണ് കൂടുതൽ എടുക്കുന്നത്. അവിടെ ആ ചിയാ സീഡ്സ് കമ്പനിയല്ലേ, അതുണ്ട്, കുറേ ഉണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റൊന്നുമില്ല. ക്രഞ്ചി ടൈപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാണ് എനിക്ക്. ടേസ്റ്റ് ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്. കുറച്ചുകൂടി കഴിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ബൈ.